ഇറ്റ്സ് ട്രോമാറ്റിക് കേട്ടോ. കാര്യം നമ്മളുടെ ലൈഫ് തന്നെ അഫക്റ്റ് ചെയ്യും. പാഡ് ഇവിടെ നടക്കേണ്ടി വരും. എപ്പോൾ ഡ്രോപ്പ് ആവും. ഒരു ലൈറ്റ് കളർ ഡ്രസ്സ് ഇടാൻ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ദീസ് ഓൾ വുമൺ തിങ്സ് ദേ ആർ നോട്ട് ടോക്കിംഗ്. ഭയങ്കര മുട്ടുവേദന, ഭയങ്കരമായിട്ടുള്ള പെയിൻ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്രഗ്നൻസിയിൽ ഈ പെയിൻ മാനേജ്മെന്റിന് വേണ്ടി, ഈ ത്രൂ ഔട്ട് പെയിൻ സഹിക്കാതെ പെയിൻ മാനേജ്മെന്റിന് വേണ്ടി ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഗോൾ ഉണ്ടാവും. ദെൻ വി ഹാവ് അതർ ഗോൾ ഓഫ് ബർത്ത് പ്രിപ്പറേഷൻ. അപ്പം അവര് പ്രിഫർ ചെയ്യുന്നത് മോർ ദാൻ അവരുടെ പെൽവിക് ഹെൽത്ത് ലൈക് പ്രഗ്നൻസി ടൈമിൽ വന്ന് വർക്കൗട്ട് ചെയ്യണം നോക്കുന്നത്. ആ സമയത്ത് ഞാൻ വണ്ണം വെക്കുന്നുണ്ട്. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ഞാൻ കുറച്ച് ചെയ്യുമ്പം ദി ഫീൽ ലൈക്ക് എന്തോ സംതിങ് ഇസ് ഡ്രോപ്പിംഗ് ഡൗൺ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ഓവർ ബ്ലീഡിങ് ഫ്ലോ, അപ്പോൾ ആ സമയത്ത് ഒരു ക്യാറ്റ്സ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഈ വെയിറ്റ് എടുക്കുന്നവരുണ്ട്. ഇത്രയും നാളോ എനിക്ക് 4 ദിവസം വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് 5ാമത്തെ ദിവസം പീരീഡ്സ് നിന്നു, 6ാമത്തെ ദിവസം നേരെ പോയി ഹെവി വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് നേരെ സ്ക്വാട്ട് ചെയ്യുന്ന കാണാം. ചിലർക്ക് വോമിറ്റിംഗ് ആയിരിക്കും പീരീഡ്സിൽ, ചിലവർക്ക് ഇങ്ങനത്തെ പല തലവേദന, പല കാല് മാത്രം വേദന. സ്റ്റിൽ എനിക്കൊരു കാല് മാത്രം. ഞാനൊക്കെ കോമ്പറ്റീഷൻസ് ചെയ്യുന്നു തുടങ്ങിയ സമയത്ത് ഐ യൂസ് ടു, നമുക്ക് ഇതിനെ കുറിച്ച് ആരൊക്കെ ഒന്നും അറിയാത്ത പ്രായങ്ങളിൽ വി യൂസ് ടു ടേക്ക് സ്റ്റിറോയിഡ്സ് ആദ്യമൊക്കെ. അപ്പം അതിന്റെ സൈഡ് എഫക്ട് വിച്ച് ഐ കെയിം ടു നോ, ലൈക്ക് എനിക്ക് തന്നെ ബോഡിയിൽ ചേഞ്ചസ് മനസ്സിലാക്കി. ഞാനൊരു 3 മാസത്തിലായി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്. ഹായ്, ഐ എം ശ്രേയ. ഞാൻ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആണ്. 2018 വെസ്റ്റ് സൗത്ത് ഇന്ത്യ ടൈറ്റിൽ ഹോൾഡർ ആണ്. ആൻഡ് ദിസ് ഇയർ നാഷണൽ പിസ്റ്റൾ ഷൂട്ടർ ആണ്. Yeah, this is Dr. Angela. I'm a pelvic health and women's health physio, childbirth educator and a lactation consultant. ഇപ്പോൾ 8 വർഷമായി women's healthൽ പ്രാക്ടീസ് ചെയ്യുന്നു. I am supporting women from pregnancy, postpartum and breastfeeding. നമുക്ക് ഫ്യൂ ഡൗട്ട്സ് ഉണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരാമോ? യെസ്. ആദ്യത്തെ ഡൗട്ട് എന്ന് വെച്ചാൽ വിമന് ലൈക്ക് പ്രഗ്നൻസി ടൈം വർക്കൗട്ട് ചെയ്യാവോ? യെസ്, അതിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ് ഞാൻ. ഐ വാസ് ത്രൂ ഔട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെഡിക്കൽ റിപ്പോർട്ട്സ്, ദ ഗൈനക് അപ്രൂവൽ, പിന്നെ നമ്മുടെ സ്പെഷ്യലിസ്റ്റ് ഒരു എന്താ പറയുക, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഓൾസോ വി ഹാവ് 3 ഗോൾസ്. ഒന്നെന്ന് വെച്ചാൽ പെയിൻ മാനേജ്മെന്റ്. ചിലവർക്കൊരു നടുവേദന, ഭയങ്കര മുട്ടുവേദന, ഭയങ്കരമായിട്ടുള്ള പെയിൻ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്രഗ്നൻസിയിൽ ഈ പെയിൻ മാനേജ്മെന്റിന് വേണ്ടി, ഈ ത്രൂ ഔട്ട് പെയിൻ സഹിക്കാതെ പെയിൻ മാനേജ്മെന്റിന് വേണ്ടി ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഗോൾ ഉണ്ടാവും. ദെൻ വി ഹാവ് അതർ ഗോൾ ഓഫ് ബർത്ത് പ്രിപ്പറേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പുഷ് ചെയ്യുന്ന മസിൽസ്, അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് ടൈമിലുള്ള മസിൽസ് ഒക്കെ ചിലർക്ക് ഇങ്ങനെ ഷിവർ ചെയ്യും ബിക്കോസ് ഓഫ് വീക്ക്നെസ്. കാര്യം എല്ലാവരും വിചാരിക്കുന്ന പ്രഗ്നൻസി ഫുൾ ഇങ്ങനെ അനങ്ങാതിരിക്കുക, എന്നിട്ട് ലേബർ റൂമിൽ പോയിട്ട് ഹോൾ പ്രോബ്ലം സ്റ്റാർട്ട്സ്. ഇല്ല, ആക്ച്വലി നോട്ട്. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ആണ് മെയിൻ ഗോൾ. എല്ലാവരും ഒരു ഫാന്റസൈസ്ഡ് ആണെന്ന് തോന്നാറുണ്ട് എനിക്ക് പലപ്പോഴും പ്രഗ്നൻസിയിൽ. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബർത്ത് ടൈം എന്തോ തീരെ ചിന്തിക്കാതെ പ്രഗ്നൻസി മാത്രം ഇങ്ങനെ ചിന്തിച്ചിരിക്കുക, അവിടെ പോയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ബർത്ത് ട്രോമയിൽ എൻഡപ്പ് ചെയ്യുക. അപ്പോൾ പ്രിപ്പയറിങ് ഫോർ ദ മസിൽസ് പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ ബോഡി പ്രിപ്പയർ ചെയ്യുക. പിന്നെ വി ഹാവ് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് പ്രഗ്നൻസി എക്സസൈസിൽ. റിലാക്സേഷൻ, സ്ട്രെങ്തനിങ്, അങ്ങനെ സ്റ്റാമിന ബേസ്ഡ്, അങ്ങനെ ഓരോരുത്തർക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. റിപ്പോർട്ട് വെരിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ ഗൈനക്കോളജിസ്റ്റിന്റെ ആൻഡ് ഓൾസോ സ്പെഷ്യലിസ്റ്റിന് നോക്കാൻ അറിയാമെങ്കിലും ദാറ്റ്സ് ഓൾസോ ഗുഡ് തിങ്. ഒബ്വിയസ്ലി ഗൈനക് അപ്രൂവൽ ഉണ്ടാവും. സ്കാൻ റിപ്പോർട്ട് വെരിഫൈ ചെയ്യാൻ നമുക്ക് അറിയണം. ദാറ്റ് ഈസ് ദി തിങ്. അങ്ങനെയല്ല, ആൻഡ് യു ആർ പ്രാക്ടീസിങ് അല്ലേ? നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇന്ത്യയിൽ, കേരളത്തിൽ പെൽവിക്കിൽ ഒരാൾ, ബിക്കോസ് ദാറ്റ് ഈസ് എ വെരി റെയർ പ്ലേസ് ടു ടേക്ക്. ആൻഡ് ഓൾസോ നമുക്കിപ്പോൾ എല്ലാം വരുന്നുണ്ട്, പ്രഗ്നൻസി, പോസ്റ്റ്പാർട്ടം, സെക്ഷൽ ഹെൽത്ത്. എത്രത്തോളം ഇതൊക്കെ നമുക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റും ആൻഡ് പീപ്പിൾ ടേക്ക് ഇൻ ദാറ്റ് വേ എന്നുള്ളത് ഡിഫറെൻറ്റ്. ആൻഡ് ഐ ആം ഫ്രം ബാംഗ്ലൂർ, പഠിച്ചതൊക്കെ ബാംഗ്ലൂർ. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി കേരളത്തിൽ നല്ല പ്രഗ്നൻസി എക്സസൈസ് വർക്കൗട്ടിൽ പെയിൻ്റെ ഒരു ഡെഫിനേഷൻ എനിക്ക് വേറെ ആയി. ബിക്കോസ് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ നിൽക്കാനും പറ്റാത്തൊരു ലേബർ പെയിൻ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതെ അതെ, പക്ഷെ പറയുന്നവരെല്ലാം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇങ്ങനെ നമ്മളൊന്ന് പേടിപ്പിച്ചാൽ വിടുന്ന. പക്ഷെ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. എനിക്ക് ചെന്നു കോൺട്രാക്ഷൻസ് തന്നെ അത്രയും അങ്ങ് ഭയങ്കര ഇല്ല, പക്ഷേ ബേബീസ് ഡൗൺ 6 സെന്റിമീറ്റർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, PV ഒക്കെ നോക്കിയപ്പോൾ ഇറ്റ് ഇസ് സൂൺ. ഞാൻ പറയട്ടെ, നമ്മളിപ്പം ഞാനിപ്പം ആസ് എ റൺ ജിം, ഇപ്പൊ ആൾക്കാർക്ക് ഈ പെൽവിക് ഹെൽത്തിനേക്കാളും കൂടുതൽ അവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ലുക്കിലാണ് വെൻ കംസ് ടു ലൈക് പ്രഗ്നൻസി ടൈം. അപ്പം അവര് പ്രിഫർ ചെയ്യുന്നത് മോർ ദാൻ അവരുടെ പെൽവിക് ഹെൽത്ത് ലൈക് പ്രഗ്നൻസി ടൈമിൽ വന്ന് വർക്കൗട്ട് ചെയ്യണം നോക്കുന്നത്. ആ സമയത്ത് ഞാൻ വണ്ണം വെക്കുന്നുണ്ട്. അപ്പൊ ആഫ്റ്റർ ഡെലിവറി ഞാൻ കുറച്ച് മെലിഞ്ഞിരിക്കണം. ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് ഓൺ വെയിറ്റ്. ഐ വാസ് 85.5 kg. അതായത് ആ ടൈമിൽ ഞാൻ ഫോട്ടോ പോലും എടുക്കില്ല. എല്ലാവർക്കും ഒരു ബോഡി ഇമേജ് ഇഷ്യൂ ഉള്ള പോലെ തന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്ങനെ വെയിറ്റ് കൂടുന്നത്. പക്ഷെ ആസ് സൂൺ ആസ് നമുക്ക് കുറേ ഫ്ലൂയിഡും പിന്നെ കുറച്ച് ഇൻഫ്ലമേഷനും ഒക്കെ ഡെലിവറി കഴിഞ്ഞ് പോകുന്നുണ്ട്. 10 കിലോ ഒറ്റടിക്ക് കുറഞ്ഞു. ബിക്കോസ് ഐ വാസ് വർക്കിംഗ് ഔട്ട്. പിന്നെ ഓൾസോ ഐ ഹാഡ് എ ന്യൂട്രീഷൻ സപ്പോർട്ട് ഓൾസോ. എന്താ കഴിക്കുന്നതെന്ന് ഒബ്വിയസ്ലി ഞാൻ ആ 6 ടൈം കഴിക്കുന്ന ഭയങ്കര ഹോൾ മീലൊന്നും കഴിച്ചില്ല.
ഐ ലിസൺ ടു മൈ ബോഡി എന്നുള്ള വൺ തിങ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എന്താ ഡെഫിഷ്യന്റ് എന്നുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് സോൺ ഓഫ് വെയിറ്റ്. എല്ലാവർക്കും ഉള്ളതാ മറ്റേ ലേഹ്യം കഴിച്ച് എന്നാലും നമുക്ക് ബാക്ക് പെയിൻ കുറയാൻ. ഞാനൊന്നും എടുത്തിട്ടില്ല. എന്നെ വീട്ടിൽ ഇപ്പോഴും വഴക്ക് പറയും പ്രസവ ചികിത്സ എന്താ എടുക്കാത്തതെന്ന്. ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. കാര്യം എന്നെ ഒരാളെ മസാജ് ചെയ്യാനുള്ളത് ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് പെയിൻ ഒക്കെ ഉള്ളപ്പോൾ. പക്ഷെ ഞാൻ ഉള്ളിലേക്കൊന്നും എടുത്തില്ല. ബിക്കോസ് സം ടൈം നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടാവുമെന്നൊക്കെ വെച്ചാൽ ഒന്നും എടുത്തില്ല. ഐ വാസ് ജസ്റ്റ് ടേക്കിംഗ് റെസ്റ്റ്. ഞാൻ ഫോളോ ചെയ്ത കുറച്ച് പോളിസി ഉണ്ട്. ഒന്ന്, ഞാൻ പുറത്ത് പോയി സൺലൈറ്റ് കൊള്ളും നന്നായിട്ട്. അടുത്തെന്ന് വെച്ചാൽ കാറ്റുള്ള സൺസെറ്റ് സൺറൈസ് ടൈമിലും പോയി, നല്ല കാറ്റുള്ള ടൈമാണെങ്കിൽ അതും പോയി കൊള്ളും. പിന്നെ അതേപോലെ ഐ ജസ്റ്റ് ലിമിറ്റഡ് വിസിറ്റേഴ്സ്. പിന്നെ ഞാൻ നാച്ചുറൽ ഹീലിംഗ് തോന്നുന്നു. അതെ, ഞാൻ ഹീൽ ചെയ്ത ഞാൻ പിന്നെ ഐ എം എ പേഴ്സൺ വേർ ഞാനിങ്ങനെ കരയുന്ന കാര്യത്തിലും കണ്ട് ഐ ഫീൽ ലിറ്റിൽ പ്രോബ്ലം. അപ്പൊ ഞാൻ വെച്ച് ബേസിക് കോണ്ടാക്ട് പേഴ്സൺസ് എൻ്റെ മദറും ഹസ്ബൻഡും അവരുണ്ടായിരുന്നുള്ളൂ. ഐ ഹീൽ വെരി സൂൺ ഓൾസോ. എൻ്റെ ബേബി വെയിറ്റ് ഗെയിനും ഉണ്ടായിരുന്നു, കുഞ്ഞാവയ്ക്കും പെട്ടെന്ന് ഹീലായി, എല്ലാം സൂൺ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇന്ററാക്ഷൻ ആവുമ്പോഴാണ് ഒന്ന് ബ്രസ്റ്റ് മിൽക്കിന്റെ അഭിപ്രായം, അടുത്തതെന്ന് വെച്ചാൽ നമ്മളുടെ തന്നെ നമുക്ക് തന്നെ ഒരു ഇഷ്യൂ വരും. എല്ലാവരും കാണുന്നു നമ്മൾ വേദനിക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് എ ക്വിക്ക് ഹീലിംഗ്. എനിക്ക് ഞാൻ കുറച്ച് ഫോളോ ചെയ്ത കാര്യങ്ങൾ. കോമൺ പീപ്പിൾ ഇപ്പൊ ഐ തിങ്ക് എല്ലാ ഡോക്ടേഴ്സും ഒരുവിധം വിസിറ്റേഴ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇത് തന്നെ പറ. പക്ഷെ എന്തോ നമ്മളുടെ മൈൻഡ് ഹീലിംഗ് അല്ലേ, ലൈക് വൈൽ വിസിറ്റിംഗ് നോ, ലിറ്ററലി നോട്ട്. കാര്യം അവര് ചില സമയത്ത് വരുന്നത് ഐ നെവർ സോ പോസിറ്റീവ് പേഴ്സൺ. അവര് വന്നിട്ട് ചിലപ്പോൾ അവരുടെ പ്രശ്നം പറയും. എനിക്കിവിടെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ അവര് വന്നിട്ട് പറയും സി പാലില്ലല്ലേ. അപ്പൊ നമ്മള് ഉള്ള ആള് പോലും ദർ ഇസ് എ ടൈപ്പ് ഓഫ് ലോ മിൽക്ക് സപ്ലൈ നമ്മളെ ബ്രെയിൻ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ പെർസീവ്ഡ് എന്ന് പറയും. അപ്പം ചിലവർ ഗുഡ്, ചിലപ്പോൾ നമുക്ക് കുറച്ച് ഡൊമസ്റ്റിക് ഹെൽപ്പ് ഒക്കെ ചെയ്തു തരും. പക്ഷെ ചിലവർ ചിലപ്പോൾ അറിയാതെ അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്പായിട്ട് ഹോർമോൺ ഡിപ്പായിട്ടിരിക്കുന്ന നമുക്ക് ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ട്രോമ. അവരുടെ പ്രശ്നം ആവില്ല, ചിലപ്പോൾ നമ്മൾ എടുക്കുന്നതിന്റെ ആവാം. അപ്പൊ ഈ പെൽവിക് ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ പീരീഡ്സ്, അതിനെ കുറിച്ച് നമുക്ക് ഭയങ്കര ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പീരീഡ് സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാമോ? ഇറ്റ് ഇസ് ആക്ച്വലി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യം. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് ഹീൽ ചെയ്യുന്നുണ്ട്, പ്ലീസ് ഡു ഇറ്റ്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു പെൽവിക് ടൈറ്റ്നെസ് ഉണ്ടാവും നമുക്ക് ഈ പീരീഡ് ടൈമിൽ. പെയിൻ കാരണം നമ്മൾ തന്നെ അറിയാതെ ഒന്ന് ടൈറ്റ് ആക്കും. അപ്പൊ ഐ തിങ്ക് ആ ടൈമിൽ നമ്മൾ പിന്നെയും പോയി ഒരു വെയിറ്റ് ഒക്കെ എടുത്താൽ മൈ പേഴ്സണൽ തിങ് ഇസ് ലൈക്ക് ഞാനിപ്പോ ആസ് ഐ ലിഫ്റ്റ് ലൈക്ക് ലാസ്റ്റ് ഒരു 10-15 ഇയേഴ്സ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനും ഐ യൂഷ്വലി സ്റ്റഡി ദീസ് തിങ്സ്. അപ്പം ഞാൻ എൻ്റെ പിള്ളേർക്ക് ലൈക്ക് വിമൻ ഓഫ് ലൈക്ക് 18 ആണെങ്കിലും ലൈക്ക് ബിഫോർ മാരേജ് അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ്, പിന്നെ ഈവൻ അമ്മമാര് ലൈക്ക് അത്രയല്ല തീരാറാവുന്ന സമയമുണ്ടല്ലോ ഇവർക്ക് എല്ലാവർക്കും ഈ പീരീഡ്സിന്റെ ടൈം എന്ന് പറയുന്നത്, പീരീഡ്സ് ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് കുറച്ച് ലൈക്ക് ദേ വോണ്ട് ടു ബി ഹാപ്പി. അപ്പൊ ദേ ഡോണ്ട് വോണ്ട് ടു ലിഫ്റ്റ് വെയിറ്റ്സ്. അത് ഭയങ്കര സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട് അവർക്ക്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്രാമ്പ് ഇസ് സെക്കൻഡറി ആൻഡ് ദേ ഫീൽ ലൈക്ക് ഇപ്പൊ നമുക്ക് ഹെവി വെയിറ്റ്സ്, ഇപ്പൊ നമുക്ക് ചിലവർ ഹെവി വെയിറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എന്റെ ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോൾ 35-40 kgs ഒക്കെ ആയിരിക്കും. പക്ഷെ ചിലവരെ സമയത്തോളം 7.5-10 kgs ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പൊ ആ സമയത്ത് വന്ന് ഭയങ്കരമായിട്ട് ഹെവി ചെയ്യുമ്പോൾ ദി ഫീൽ ലൈക്ക് എന്തോ സംതിങ് ഇസ് ഡ്രോപ്പിംഗ് ഡൗൺ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്തുള്ള ഓവർ ബ്ലീഡിങ് ഫ്ലോ, അപ്പൊ ആ സമയത്ത് ഒരു ക്യാച്ച് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഹോർമോൺസ് എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത് വെച്ചാൽ അകത്ത് യൂട്രൈൻ ലൈനിങ്ങിലുള്ള ആ ഒരു ബ്ലഡിനെയൊക്കെ ഷെഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോർമോൺസിനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ഉണ്ടാവും. ലൈക്ക് ലേബർ പെയിൻ എന്ന് പറയുമ്പോൾ പക്ഷേ ദർ ഇസ് എ ക്രാംസ്, അത് വയറ് തന്നെ ഉണ്ടാക്കുന്ന ഒരു അപ്പോൾ അതൊരു പ്രഷർ വേരിയേഷൻ നടക്കുന്ന സമയത്ത് ആ പെൽവിക്കുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയി വയറ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇത് ചെയ്താൽ ചിലപ്പോൾ ഒരുപക്ഷെ ദർ ഇസ് എ ചാൻസ് ഓഫ് ഡിസെൻറ്റ്. ഡെലിവറി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എല്ലാവർക്കും ഒരു മൈൽഡ് പുഷിങ്, ഓരോരുത്തരുടെ പുഷിങ് പോലെയാണ്. ചിലർ പറയാം എൻ്റെ യൂട്രസ് വെളി നിൽക്കുന്ന പോലെ ഉണ്ട്, ചിലർ ബ്ലാഡർ, ചിലർക്ക് റെക്ടൽ പ്രൊലാപ്സ്, അങ്ങനെ പല പല കാറ്റഗറി ഉണ്ട്. ഒരു കാറ്റഗറി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പോയി നോക്കുമ്പോൾ PV ഒക്കെ ചെയ്ത് ഗൈനക്കിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ വൈകിട്ട് വന്നിട്ട് അവർ പറയും ഈവനിങ് ആകുമ്പോൾ എനിക്ക് എന്തോ ഒരു ഡിസെൻറ്റ്. അതിന് നമ്മൾ ഫങ്ഷണൽ എന്ന് പറയും. കാര്യം ലോങ് ആയിട്ട് ഇങ്ങനെ നിന്ന് വരുന്ന ഒരു ടൈപ്പ് സംഭവം. ഇത് ആക്ച്വലി പ്രീ പ്രഗ്നൻസി വേറെ തന്നെ ആയിരിക്കാം, പോസ്റ്റ് ഡെലിവറി വേറെ ആയിരിക്കാം, മെനൂപോസൽ ആൾക്കാർക്കും വേറെ ഇഫക്റ്റ് ആയിരിക്കാം. 3 സ്റ്റേജിൽ 3 ആണ്. അപ്പോൾ ഒരു ആൻസർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ. പക്ഷെ നമ്മൾ ഈ പീരീഡ് ആകുമ്പോൾ എല്ലാവരും ഈ വേദന മാറാൻ വേണ്ടി ഒന്നും കൂടി ഒരു വേദന മൈൻഡ് റിലീഫിനായിരിക്കും ആൾക്കാർ. ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ പീരീഡ് ടൈമിൽ ഒന്നും കൂടി ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വർക്ക് ഹോളിക് ആയിട്ട് മാറാൻ നോക്കുക. അങ്ങനെ ചിലവർ അങ്ങനെ ആയിരിക്കും ചെയ്യുന്ന. പക്ഷെ അതൊരു പെൽവിക് ടൈറ്റ്നസ്. പിന്നെ വൺ അതർ തിങ് എവിടെയും സംസാരിക്കാത്ത കാര്യം, സെക്ഷൽ പെയിൻ. പെൽവിക് ടൈറ്റ്നസ് കൊണ്ട് പിന്നെ നമുക്ക് അതങ്ങ് ശീലമാവും. കാര്യം ഇറ്റ്സ് ലൈക്ക് എ മൗത്ത്, ഇറ്റ്സ് ഓപ്പണിങ്, ലൈക്ക് ഭയങ്കര കണക്റ്റഡ്. നമ്മളെ ഇത് ഒരിക്കലും ഈ പെമ്പിള്ളേർ പുറത്ത് പറയാത്തത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് അടുത്ത്, ഈവൻ ഫീമെയിൽ ഡോക്ടേഴ്സിന് അടുത്ത് പോലും സംസാരിക്കാൻ മടിക്കുന്ന ഒരു സാധനമാണ് ഈ സെക്ഷൽ പെയിൻ എന്നുള്ള സാധനം. സോ വെരി റയർ ആയിട്ട്
ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ ആണ് ആക്ച്വലി ഇപ്പൊ ഈ ഇടയ്ക്കായിട്ട്. റെയർ ആയിട്ടല്ല, സെക്ഷൽ പ്രോബ്ലം ആക്ച്വലി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പീപ്പിൾ ഡോണ്ട് നോ ഹൗ ടു അഡ്രസ് ഇറ്റ്, എങ്ങനെ പോകണം എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അതായത് ഇപ്പൊ ഗൈനക്കിന്റെ അടുത്ത് പോയാൽ ചിലപ്പോൾ ഒരു പക്ഷേ നോക്കുമ്പോൾ PV ഒക്കെ നോക്കുമ്പോൾ ഓക്കെ, അപ്പൊ ചിലപ്പോൾ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും മാരിറ്റൽ ഇഷ്യൂ ഉണ്ടോ, അങ്ങനെ അപ്പൊ ചിലപ്പോൾ അവർ തമ്മിൽ ഒരു പ്രശ്നവും കാണത്തില്ല. ഇപ്പൊ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വിട്ടാലും അവർക്ക് ചിലപ്പോൾ പെൽവിക് ടൈറ്റ്നസ് ചെറിയൊരു പ്രോബ്ലം ആയിരിക്കും, നമ്മളെ നെക്കിലൊക്കെ വരുന്ന പോലത്തെ ഒരു ട്രിഗർ പോയിന്റ് ആയിരിക്കും ഉള്ളിൽ. അവരൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് അങ്ങനെ ടൈറ്റ് ആക്കി പിടിച്ച് ദർ ഇസ് എ ഷട്ട് ഡൗൺ വെൻ ദേ ട്രൈങ് ടു ഇന്റർകോസ് ചെയ്യുന്ന ടൈമിൽ. അത് ഒരുപാട് പേരും പുറത്ത് പറയുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. യെസ് ഒബ്വിയസ്ലി. കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഹാവ് എ കോർ പാർട്ട്. ഇപ്പൊ ഈ ഒരു സെക്ഷൽ പെയിൻ ചിലപ്പോൾ ആൾക്കാർ സഹിക്കും, പക്ഷെ ഇതിൽ നിന്ന് അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ലേബറിലേക്കും അതിങ്ങനെ നമ്മളെ ഡ്രാഗ് ചെയ്യും ആ ഒരു ടൈറ്റ്നസ്. ഡോക്ടർ PV ചെയ്യാൻ വരുമ്പം അല്ലെങ്കിൽ ബർത്ത് ടൈമിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. ബർത്ത് ഇസ് ലൈക്ക് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ ഇറ്റ് ഇസ് എ റിലാക്സേഷൻ ഗെയിം. വെൻ യു റിലാക്സ് യുവർ പെൽവിക്, ഞാൻ എൻ്റെ ബേബി പുഷ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എ പ്രഷർ. ഞാൻ അറ്റ്മോസ്റ്റ് റിലാക്സ് ചെയ്ത ടൈമിൽ ബേബി വെളി വന്നു, ബേബി എടുത്തു. അങ്ങനെ ഈ പുഷിങ് അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന കണക്കത്തെ ഒരു സംഭവമൊന്നുമില്ല. ചിലവർക്ക് വെൻ യു ആർ റിലാക്സിങ് വെൽ ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സ്റ്റൈലുണ്ട്, ആർക്കും പെയിൻ എടുക്കാൻ താല്പര്യമില്ല. ലൈക്ക് എല്ലാവർക്കും ഈ അങ്ങനെയല്ല ഞാൻ പറയാം, മറ്റേ സുഖപ്രസവം എന്ന് പറയുന്നത് അയ്യോ ദാറ്റ് ഇസ് വലിയ കൈൻഡ് ഓഫ് ട്രോമ, പേടി, എല്ലാരും വെരി ഈസി ഗോ ലൈക്ക് സി സെഷൻ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് ബോത്ത് ആർ പ്രോബ്ലം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സ് പോലെ നിങ്ങൾക്ക് നല്ലതാണ് ഏതാണോ, നിങ്ങൾക്ക് പറ്റാത്തതാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ഈ പ്രഗ്നൻസി എക്സസൈസ് ക്ലാസ്സിലും ബർത്ത് പ്രിപ്പറേഷനിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സി സെക്ഷൻ ഓക്കെ എങ്കിൽ പ്ലീസ് ഗോ ഹെഡ്, പ്ലീസ് നോ ദ പ്രോസ് ആൻഡ് കോൺസ്. നിങ്ങൾക്ക് നോർമൽ ആണെങ്കിൽ പ്ലീസ് നോ ഇറ്റ്. പിന്നെ ഒരു കാര്യം, അറ്റ് ലാസ്റ്റ് നമുക്കിപ്പം നോർമലിൽ നിൽക്കുന്ന ടൈം ആണെങ്കിലും ദർ ഇസ് ലോട്ട് ഓഫ് കണ്ടീഷൻസ് വേർ ഞാൻ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഡയലേറ്റ് ആയിട്ട് ബേബിയുടെ ഹെഡ് വെളി വരാത്ത കേസസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പ്രഗ്നൻസി എക്സസൈസ് കൊടുക്കുന്ന പേഷ്യൻസിന് ലേബർ സപ്പോർട്ടിന് പോകും, ലേബർ റൂമിലോട്ട് ഗൈനക്കിൻ്റെ കൂടെ. അപ്പോൾ ആ ടൈമിൽ ഹെഡ് ഒന്ന് നിൽക്കും, ബട്ട് ഷീസ് 10 സെന്റിമീറ്റർ ഡയലേറ്റഡ്, ഫുൾ ലേബർ പെയിനും അനുഭവിച്ചിട്ട് സി സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. സോ ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റൂ എന്ത് ഡിസിഷൻ ആണ്. നേരത്തെ പ്രീ പ്രിപ്പയർഡ് ആണ്. യെസ്, അത് PV ചെയ്യാൻ പേടിച്ചിട്ട് അല്ലെങ്കിൽ വേറെ കുറെ കാരണങ്ങൾ, ഒരു ഇറ്റ്സ് എ പേടി, അത്രേ ഉള്ളൂ. പക്ഷെ ബോത്ത് ഹാവ് ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇറ്റ്സ് യുവർ ഡെസിഷൻ ആൻഡ് ഐ ആം റെസ്പെക്ടിങ് എനിവൺസ് ഡിസിഷൻ. കാര്യം അവർക്ക് അവരുടെ ചോയ്സ് ആണ്. ഹി ഷുഡ് നോ, അല്ലാതെ ചെല്ലരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അഗെയിൻ കമ്മിങ് ടു ദി പോയിന്റ്, പീരിയഡ്സിലെ ഫോളിക്കുലർ ഫേസിൽ നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാവോ? അഗെയിൻ പീരീഡിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ 3 ഫേസിലുള്ള സ്ത്രീകളെ പറ്റി സംസാരിക്കേണ്ടി വരും. പ്രീ പ്രഗ്നൻസി, പോസ്റ്റ് പ്രഗ്നൻസി ആൻഡ് ഓൾസോ നിയർലി മെനോപോസ്. മെനോപോസ് എന്ന് വെച്ചാൽ പീരീഡ് നിൽക്കുന്ന അവസ്ഥയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇവരുടെ ഒരു ഔട്ട്കം എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് എന്താണ് ഇവരുടെ ഇന്റൻസിറ്റി ഓഫ് പെയിൻ, ഇവർക്ക് എത്രത്തോളം ഡിസെൻഡ് ഓഫ് യൂട്രെയിൻ വരുന്നുണ്ട്, ഇതൊക്കെ അനുസരിച്ചാണ്. ക്രാമ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ചിലർക്ക് ഭയങ്കര ബട്ടക് പെയിൻ ഒക്കെ ആയിരിക്കും, ബാക്ക് പെയിൻ ആയിരിക്കും, എന്നെ സംബന്ധിച്ചോളം എന്റെ പീരീഡ്സിന്റെ സമയത്ത് നമുക്ക് നിന്ന് കഴിഞ്ഞാലും ലൈക്ക് പീരീഡ്സ് കംപ്ലീറ്റ്ലി നിന്നു എന്ന് പറയാം. 5th ഡേ ആണെങ്കിൽ പോലും ഐ ഫീൽ ഈവൻ പോസ്റ്റ് ചൈൽഡ് ബർത്തിൽ ഇപ്പം എന്റെ ഫസ്റ്റ് പീരീഡ്സ്, സെക്കൻഡ് പീരീഡ്സ് കഴിഞ്ഞു, ആഫ്റ്റർ പീരീഡ്സ് 2 days കഴിഞ്ഞു യു ഫീൽ എ ലിറ്റിൽ ഡിസെന്റ്. ഇതൊരു ശരിയാണ്, നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട് ഫോളിക്കുലാർ, മെൻസുറൽ ഫേസ്, ഓവുലേഷൻ എന്നൊക്കെ പറഞ്ഞ് വി ഹാവ് എ ചാർട്ട്സ്, ഹോർമോണൽ റഷ് ആൻഡ് ഡൗൺ. പക്ഷേ ദിസ് ഇസ് നോട്ട് എ മാജിക്. ഇതിനൊരു സമയം കൊടുക്കണം ഡിപ്പാവാൻ വേണ്ടി. ഇത് കയറാനും ഇറങ്ങാനും ഇതൊക്കെ നടക്കാൻ നമ്മുടെ ബോഡിയില്ല. ചിലപ്പോൾ എനിക്കിത് പെട്ടെന്ന് സംഭവിക്കാം, വേറൊരാൾക്ക് അത് ഇച്ചിരി കൂടി ലാസ്റ്റ് ചെയ്യാം. അപ്പൊ അയാളായിരിക്കും സിംറ്റം കാണിക്കുന്നത്. കോമൺ ആയിട്ട് ഒരു സംഭവം ഇല്ല. ആക്ച്വലി സ്റ്റഡീസ് പറയാനും ഇല്ല ഇതിനകത്ത്. വി നീഡ് ലോട്ട് ഓഫ് സബ്ജക്ട്സ് ടു പ്രൂവ് ദാറ്റ്. എത്ര റേസസ്, ഏഷ്യൻ, അമേരിക്കൻ, ആഫ്രിക്കൻ, എത്ര സ്ത്രീകളെ എടുത്ത് സംസാരിക്കും. എല്ലാവരുടെ സ്കിന്ന് വേറെയാണ്, എല്ലാവരുടെയും റിസർച്ച് പാർട്ട് വേറെയാണ്. യെസ്, ദാറ്റ്സ് വാട്ട്. അപ്പം ഇഫ് യു സീ സിംറ്റം, ലൈക്ക് എനിക്ക് പറ്റാത്ത സിംറ്റം കാണുന്നുണ്ടെങ്കിൽ യു ഷുഡ് സ്റ്റോപ്പ് ഇറ്റ്. ആൻഡ് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 18 ഏജിൽ, അപ്പൊ ഞാൻ എന്റെ സമയത്തോളം എന്റെ പിള്ളേർക്കൊക്കെ 18 ഏജിലും ഇതുപോലെ 7th day വന്ന് വർക്ക്ഔട്ട് ചെയ്തു. പീരീഡ്സ് സ്റ്റോപ്പ് ആയി. സോ ഐ എം ഡൂയിങ് മൈ ലെഗ് വർക്ക്ഔട്ട് ടുഡേ, ഐ എം ഡൂയിങ് മൈ സുമോ സ്ക്വാട്ട്. പ്ലീസ് ഡോണ്ട് ലിഫ്റ്റ് ഹെവി. ഞാൻ എപ്പോഴും അവരെ വർക്ക്ഔട്ട് ചെയ്യാനോ ഇതിനൊക്കെ പുഷ് ചെയ്യുന്നുണ്ട്, ഡോണ്ട് ലിഫ്റ്റ് ഹെവി. ബട്ട് സ്റ്റിൽ ചേച്ചി എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ലൈക്ക് ഐ ആം നോട്ട് സപ്പോസ് ടു ലൈക്ക് സ്റ്റോപ്പ് എന്ന് പറയാൻ, എനിക്ക് നോ എന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ ദേ ആർ ഡൂയിങ് ഇറ്റ്. കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഭയങ്കര വയറുവേദന, അവിടെ ചുരുണ്ട് കിടക്കുക. പീരീഡ്സ് കഴിഞ്ഞിട്ട് പോലും ഷീ ഈസ് ഹാവിങ് ടെറിബിൾ പെയിൻ ആഫ്റ്റർ ഹർ വർക്ക്ഔട്ട്. ആൻഡ് അഗെയിൻ സ്പോട്ടിങ് വന്നു എന്നൊക്കെ പറയുന്നുണ്ട് നെക്സ്റ്റ് ഡേ. ദിസ് ഇസ് ഹാപ്പനിങ്. അപ്പൊ ബട്ട് പീപ്പിൾ ഡു ഹാവ് എ കോൺസെപ്റ്റ് ലൈക്ക് പീരീഡ്സ് കഴിഞ്ഞ് പീരീഡ്സ് ഒക്കെ നിന്നു,
അപ്പോൾ സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ റൂട്ടീൻ അഗെയിൻ. ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റൈലാണ് എല്ലാ പിള്ളേരും കോമ്പറ്റീഷൻസ് ചെയ്യണം, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണം, ലൈക്ക് ഫീമെയിൽ അത്ലറ്റ്സിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ. സോ അപ്പം ഹൗ ഡേഞ്ചറസ് ഇറ്റ് ഇസ്? ബിക്കോസ് ഇപ്പോൾ ഒരു ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന ഒരു അത്ലറ്റ് ആണെങ്കിൽ ദേ ഹാവ് എ ടോപ്പ് ആക്സസ് ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് സ്പെഷ്യലിസ്റ്റിന്റെ ആക്സസ് ഉണ്ടാവും. പെൽവിക് ഹെൽത്തിനൊക്കെ അവർ കാണുന്നുണ്ടാവും. പക്ഷേ ഇത് പ്രോബ്ലം അത്ലറ്റ്സിനും ഭയങ്കര മോട്ടിവേഷൻ ഒക്കെ തരുന്നുണ്ടായിരുന്നു. അവർ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ദേ ലിഫ്റ്റ് മറ്റേ സ്നാച്ചും. പക്ഷേ ദേ ഹാവ് എ കോച്ച്, ദേ ഹാവ് എ ട്രെയിനർ. ഐ ഓൾസോ ഹാവ് വുമൺ വിത്ത് മീ പ്രഗ്നൻസിയിൽ വെയിറ്റ് എടുക്കുന്നുള്ളവർ. ഞാൻ അവരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ അതിന് മുന്നേ അതിന് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നവർ. സോ ഐ നോ ദ ഇന്റൻസിറ്റി, ഐ നോ ദി പാരാമീറ്റർ, ഫ്രീക്വൻസി. ഇതൊക്കെ എക്സസൈസിൽ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഇന്റൻസിറ്റി, ഫ്രീക്വൻസി, റിപ്പീറ്റേഷൻസ്. ഇതൊക്കെ ഓരോരുത്തർക്കും ഡിഫർ ചെയ്യും. അപ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആണെന്നുള്ളത് തന്നെ സമ്മതിച്ചേ പറ്റൂ. എവറിഥിങ് ഈസ് നോട്ട് സിങ്കിങ് വിത്ത് എവരി വൺ. ഇപ്പോൾ ഈ പറഞ്ഞ കേസ്, യു ആർ വർക്കിംഗ് ക്ലോസ് വിത്ത് വുമൺ, ഇങ്ങനെ ഫിറ്റ്നസ് സെക്ടറിൽ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലിഫ്റ്ററും കൂടെ. നിങ്ങൾ തന്നെ പറയുന്നത് യാ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് യർ എക്സ്പീരിയൻസ്. യാ ആൻഡ് ഓൾസോ ഇൻ മൈ എക്സ്പീരിയൻസ് ഞാൻ കണ്ടത്, ഐ ഓൾസോ ഗീവ് പോസ്റ്റ് ചൈൽഡ് ബർത്ത് റീഹാബിലിറ്റേഷൻ. അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഐ ഫോക്കസ് ഓൺ സ്ട്രെങ്തനിങ്. അതായത് ബാക്ക്, നീ, അങ്ങനത്തെ കുഞ്ഞിനെ നമുക്ക് എടുക്കണമല്ലോ. ഇപ്പൊ എല്ലാവരും കുഞ്ഞിനെ നോക്കണം, പക്ഷെ നമുക്ക് ചിലപ്പോൾ ബാലൻസ് ഒക്കെ പോകും. വയറ് പോയി കഴിഞ്ഞാൽ നടുവിൽ ഭയങ്കര വേദന ഇതൊക്കെ വരും. അപ്പം ഇതൊക്കെ ആക്ച്വലി പ്രഗ്നന്റ് ആവുന്ന മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ്. പ്രഗ്നൻസി ചെയ്തോണ്ട് എനിക്ക് അത്രയും പ്രശ്നമില്ല. ഈ നടുവ് എന്തായാലും വളയൂല. ദർ ഇസ് എ ലാഡോട്ടിക് കർവ്. എക്സസൈസ് ചെയ്യുമ്പോൾ വി ക്യാൻ ലിമിറ്റ് ഇറ്റ് ആക്ച്വലി. വെയിറ്റ് ലോസ്. പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് എന്തായാലും പ്രഗ്നൻസി ടൈമിൽ ഞാൻ വണ്ണം വെക്കും. സോ ഐ ഓൾവേസ് സജസ്റ്റ് ഡു കോസ്റ്റ് സ്ട്രെങ്തനിങ് അറ്റ്ലീസ്റ്റ്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം ആയിട്ടുള്ള ആ ഒരു നമ്മുടെ ഡിപ്രഷൻ പോലും ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഫേസിലേക്ക് നമ്മളെ ബോഡി കൊണ്ടുവരും. ചിലപ്പോൾ കാണാൻ നമ്മൾ ഭയങ്കര തടി പോലെ തോന്നും, പക്ഷെ നമ്മളിങ്ങനെ ഉറങ്ങാതെ സ്ട്രെസ് പിടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പം വി കാൺ ടെൽ ദാറ്റ് സം ചില തടികൾ കഴിച്ചിട്ട് തന്നെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചില റീഹാബിലിറ്റേഷൻ കേസിൽ നമ്മൾ ഓൾ സോർട്ട് ഓഫ് വർക്കൗട്ട് എടുത്തിട്ടും ആളിന്റെ ന്യൂട്രീഷനിസ്റ്റ് എല്ലാ സപ്പോർട്ടും കൊടുത്താലും വെയിറ്റ് കുറയത്തില്ല. എന്താ ചോദിച്ചാൽ she's not sleeping, she don't have a good relationship with family. എന്നുവെച്ചാൽ she don't എന്നല്ല, she's not getting time കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി. അപ്പോൾ കാര്യം ഇവർ ഉറങ്ങാൻ ചെല്ലുമ്പം ചിലപ്പോൾ ഹസ്ബൻഡ് സംസാരിക്കാൻ ആരുമില്ല. ഒരു ഒറ്റപ്പെടലാണ് മദർഹുഡ് ചില സ്ഥലത്ത്. If you are പേടിപ്പിക്കുകയല്ല, ബട്ട് സ്റ്റിൽ യു ഷുഡ് ബി പ്രിപ്പയർഡ് കേട്ടോ. ഇല്ല, പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ ഐ നോ ഇറ്റ്. കാര്യം എനിക്ക് എൻ്റെ ബർത്ത് തൊട്ട് പോസ്റ്റ്മോർട്ടം ഒന്നും ഫാൻറ്റസി അല്ല. ബിക്കോസ് ഐ വാസ് വർക്കിംഗ് ഇൻ ദിസ് ഫീൽഡ്. ഞാൻ എന്താണ് ഡെലിവറി കഴിഞ്ഞ് ചെയ്യേണ്ടത്, എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യണം എന്നെ, പ്രഗ്നൻസി, ഇതൊക്കെ ഞാൻ ഓൾറെഡി പ്ലാൻഡാ. ബ്രസ്റ്റ് ഫീഡിങ് എൻ്റെ ജോബായുണ്ട്. പക്ഷേ സ്റ്റിൽ സംവെയർ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഐ എം ഗെറ്റിംഗ് മൂഡ് സ്വിങ്സ്. കാര്യം ഒരു ദിവസം ലിറ്ററലി ഐ ഫെൽറ്റ് ലൈക്ക് അതായാലും പറഞ്ഞ നിങ്ങൾക്ക് ഗേൾസിന് ഇത്ര മൂഡ് സ്വിങ്സ്. പക്ഷേ ഒരു ദിവസം ഞാൻ പേഷ്യന്റിനൊക്കെ നോക്കി വന്നിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത പോലെ. ആൻഡ് പീരിയഡ്സ് വിത്ത് ബ്രസ്റ്റ് ഫീഡിങ് വരിക, രണ്ടും രണ്ട് ഹോർമോൺസാ. നമ്മളിങ്ങനെ അടിച്ചു തളർത്തുക. അവിടെ നമ്മൾ എങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക. അതെ, രണ്ടും രണ്ടാ. അപ്പോ ചിലപ്പോൾ മനസ്സിലാവില്ല വൈ ദിസ് ഇസ് ഹാപ്പനിങ് ടു അസ് എന്നുള്ളത്. ഈ പോസ്റ്റ് പ്രഗ്നൻസി സമയത്ത് ലൈക് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അറിയാറുണ്ട് സ്പോട്ടിങ് ഉണ്ടാവാറുണ്ട്. കോമൺ ആണോ? ഇനിഷ്യൽ ഫേസിൽ ഞാനിപ്പോൾ റീഹാബ് കൊടുക്കാറുണ്ട് ഡെലിവറി കഴിഞ്ഞ്. അപ്പോൾ ആ ടൈമിലും ദിസ് സം ടൈം ഹാപ്പൻ. പീരീഡ് തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ ഒരു സ്പോട്ടിങ് പോലെ വരുന്നു. ചിലർക്ക് ഈ പറഞ്ഞ പോലെ പ്രൊലാപ്സ് പോലെ താഴേക്ക് വരുന്നു. അങ്ങനെ ഒരു സാധനം ഇസ് എവരിവെയർ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. നമ്മളിപ്പോൾ പെട്ടെന്നൊരു റീസ്റ്റാർട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഫിക്സ് ചെയ്യാം. നമ്മളെ പീരീഡ് തീർന്നു, ബ്ലീഡിങ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു എന്നൊരു പോയിന്റ് ഇല്ല. ചിലപ്പോൾ ഇനിയും 2 ദിവസം കഴിഞ്ഞ് റീസ്റ്റാർട്ട് ചെയ്യാം. ഇൻ മെനോപോസ് ഓൾസോ ദാറ്റ് ഇസ് ഹാപ്പനിങ്. ദാറ്റ് ഇസ് ലൈക്ക് പീരീഡ് തീർന്നു എന്ന് വിചാരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ 1 വർഷത്തിൽ 1 തവണയൊക്കെ ബ്ലീഡ് ആവുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം ഒരു സ്ട്രെസ്ഫുൾ മൊമെന്റിൽ ഒരു ഡ്രോപ്പ് വരുന്നവരുണ്ട്. ഇറ്റ് ഹാപ്പൻസ്, ദിസ് ഇസ് വിത്ത് അസ്. പക്ഷേ ചില ടൈമിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിഫറെന്റ്. ഓരോരുത്തർ വർക്കൗട്ട് ചെയ്യുന്ന പോലെ നടക്കുന്ന പോലെയൊക്കെയാണ് ഇത് ഡിഫർ ചെയ്യുന്നത്. ഒരിക്കലും എല്ലാവർക്കും കൂടി ഒരു ഒറ്റ ആൻസർ ഇതിനകത്ത് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് അബൌട്ട് ദി പോസ്റ്റ് പ്രഗ്നൻസി. അല്ലാതെ നോർമൽ ആയിട്ട് തന്നെ ആൾക്കാർക്ക് ഇതുപോലെ സ്പോട്ടിങ് വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈസ് ദാറ്റ് സീരിയസ്? സീരിയസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു കൺസൾട്ട് വിത്ത് ഗൈനക്. കാര്യം റൊട്ടീൻ സ്കാൻ എപ്പോഴും നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് ഓൾസോ നമ്മളൊരു പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള കുറച്ച് കാലം മുന്നേ തന്നെ നമ്മളെ പറ്റി ഒരു അവയർനെസ് വരുന്നത് നല്ലത്. ആൻഡ് ഗോയിങ് ആൻഡ് ടെല്ലിങ് ടു ഗൈനക്കിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ. ഇറ്റ്സ് ഗുഡ്. Not only workout, we are consulting doctor, we are consulting specialist, we are consulting our trainer. Everyone is needed അല്ലേ ഒരു സിസ്റ്റം നന്നായിട്ട് കൊണ്ടുപോകാൻ. When you go to a top level athlete, അവർക്ക് എല്ലാവരും ഉണ്ട്. They have everyone. So
ദാറ്റ് ഇസ് എ സിസ്റ്റം ആൻഡ് വൈ ദേ ആർ സ്ട്രോങ് എന്നുള്ള കാര്യം. നമ്മൾ നോക്കാത്ത വയറുള്ള ആള് അത്ലറ്റിക് പ്രാക്ടീസിനൊക്കെ പോകുന്നത് യു സീ ഹെർ ഉള്ളി, യു ഡോണ്ട് സീ ദ ബാക്ക്ഗ്രൗണ്ട്, ദ സിസ്റ്റം. ഓൾസോ CCL IPL എല്ലാരും ഈ അതും നമ്മൾ ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് സംസാരിക്കുന്നില്ല. അവിടുത്തെ അത്ലറ്റ്സ് ലൈക് പുറത്തുള്ള അത്ലറ്റ്സിനെ നമ്മൾ കൂടുതൽ നോക്കുന്നത്. പക്ഷെ അത്രയ്ക്കുള്ള ആക്സസ് നമുക്ക് വന്നിട്ടില്ല. പക്ഷേ യു ക്യാൻ വർക്ക്ഔട്ട് ബട്ട് ലിസൺ ടു യുവർ ബോഡി, അണ്ടർസ്റ്റാൻഡ്. ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു ഡ്രോപ്പിംഗ് കണ്ടിട്ടും ബ്ലഡ് കണ്ടിട്ടും പിന്നെ അതിനെ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ് മുന്നിലോട്ട് പോയ ഡിസെന്റ് കണ്ടു, ഒരു ഇച്ചിരി വെയിറ്റ് പോലെ തോന്നുന്നു. ഇങ്ങനത്തെ സിംറ്റം ഒക്കെ കണ്ടിട്ടും വി ആർ ഗോയിങ് ഫെർദർ ലിഫ്റ്റിംഗ് വെയിറ്റ്, ദാറ്റ് ഈസ് എ പ്രോബ്ലം. പിന്നെ ഈ പ്രൊലാപ്സ് എന്ന് പറയുന്നത് പ്രീ പ്രഗ്നന്റ് ആയി ലൈക്ക് പോസ്റ്റ് പ്രഗ്നൻസിക്ക് കോമൺ ആയിട്ട് ചിലപ്പോൾ വരാറുണ്ട്. ഇതിനു മുമ്പ് വരാറുണ്ടോ? ഇൻ റെയർ ആൻഡ് റെയറസ്റ്റ് കേസിലും വരാറുണ്ട്. ചിലപ്പം ഭയങ്കര ഈ വെയിറ്റ് ലിഫ്റ്റേഴ്സിന്റെ കേസിലൊക്കെ റെയർ ആൻഡ് റെയറസ്റ്റ് ആയിട്ടും വരാറുണ്ട് ചിലവർക്ക്. പക്ഷെ അങ്ങനെ കേൾക്കാറില്ല, കുറവാണ്. സംടൈംസ് ഇനി സ്റ്റഡീസ് വരാനുണ്ടാവും, കുറെ ആൾക്കാർ കൺഫ്യൂസ് ചെയ്യാനുണ്ടാവും. യാ ദേ ഷുഡ് കം ആൻഡ് ടെൽ us the history എന്ന് അറിയാൻ പറ്റും. ബിക്കോസ് ഐ ആം ക്ലോസ്ലി വർക്കിംഗ്. ഐ ക്യാൻ കൺഫ്യൂസ് കേട്ടോ. ഞാൻ പീരീഡ് സമയത്ത് എനിക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് മൂഡ് സ്വിങ്സ് വരുമ്പോൾ ഞാൻ വർക്ക്ഔട്ട് ചെയ്യും കേട്ടോ. അപ്പം ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്, ബട്ട് എന്നാലും ചെയ്യും. ഐ ഫീൽ ഹെവി, ഐ ക്യാൻ ഫീൽ I can feel something is coming down. Not just like periods and cramp or flow. Adalla. I can feel. I think I will drop. End of the day, that is not right. One thing, how we are lifting a weight, endake use cheyannu so I can explain in my way. Obviously, my and the weakness എന്ന് പറയുന്നത് സ്ക്വാട്ടും ഡെഡ്ലിഫ്റ്റും ആണ്. Okay. The parts you are activating while doing it? leg and lower back. Obviously, it is connected. One thing, periods in a system തന്നെ ഇങ്ങനെ ബ്ലഡ് വെള്ളോട്ട് ത്രോ ചെയ്യാൻ വേണ്ടി ഒരു കോൺട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇറ്റ് ഇസ് എ ഡൗൺവേർഡ് തിങ്. അപ്പൊ നമ്മൾ വീണ്ടും പോയിട്ട് അത് I always suggest ഇതുപോലെ മൂഡ് സ്വിങ്സ് ഇതൊക്കെ മാറി വീട്ടിലൊക്കെ അടി ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. അപ്പൊ വാട്ട് ഐ യൂസ് ലൈക്ക് വെറുതെ വീട്ടിൽ ഇരുന്നാലും പ്രശ്നം കൂടത്തേ ഉള്ളൂ. യു കം സോഷ്യലൈസ് and do light cardio, not a heavy lifting. Weight lifting ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല ആ സമയത്ത്. You do if you want the swimming ഇഷ്ടമാണ് അല്ലെങ്കിൽ go for a short walk. പുറത്തെങ്കിലും good thing. But I don't suggest people to work out on periods day. But periods കഴിയുന്ന സമയത്ത് ഒരു ലൈറ്റ് വെയിറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക, know your body, then gradually improve ചെയ്യുക. Because ആദ്യം തന്നെ ഈ വെയിറ്റ് എടുക്കുന്നവരുണ്ട്. ഇത്രയും നാളോ എനിക്ക് 4 ദിവസം വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് 5ാമത്തെ ദിവസം പീരീഡ്സ് മുന്നോ 6ാമത്തെ ദിവസം നേരെ പോയി ഹെവി വെയിറ്റ് ഒക്കെ ഇട്ടിട്ട് നേരെ സ്ക്വാട്ട് ചെയ്യുന്ന കാണാറുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ പീരീഡ്സ് കഴിഞ്ഞും പീരീഡ് ആവോ ഡ്രോപ്പ് ആവോ എന്നുള്ള പേടിയിൽ പിന്നെ ഒരു കാലത്ത് പാഡുമായിട്ട് നടക്കേണ്ട അവസ്ഥ ഇസ് a different സ്റ്റോറി. അതെ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ലോങ് ടേം പ്രോബ്ലം ഇറ്റ്സ് ട്രോമാറ്റിക് കേട്ടോ. കാര്യം നമ്മളുടെ ലൈഫ് തന്നെ അഫക്റ്റ് ചെയ്യും. പാഡുമായിട്ട് നടക്കേണ്ടി വരും. എപ്പോൾ ഡ്രോപ്പ് ആവും. ഒരു ലൈറ്റ് കളർ ഡ്രസ് ഇടാൻ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ദീസ് ഓൾ വുമൺ തിങ്സ് ദേ ആർ നോട്ട് ടോക്കിംഗ് ഔട്ട്. I badly want people to know about it. How like lifting bad എന്നല്ല, but എന്തോ you should be careful. ചില സമയങ്ങൾക്ക് നമ്മൾ നോ പറയണം. നമുക്ക് ഈ അഡിക്ഷൻ ആണോ അല്ലെങ്കിൽ നമുക്ക് ഇല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെയല്ല. എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ലൈഫ് എന്നുള്ള കാര്യമാണല്ലോ. I think everyone have something they are doing to deviate periods എന്ന് തോന്നുന്നു. ലിഫ്റ്റേഴ്സ് ലിഫ്റ്റിംഗ് നമ്മൾ കൺസൾട്ടേഷൻ എടുക്കും, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പണിയാൻ തോന്നുന്നു. ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമും അല്ലെങ്കിൽ വീഡിയോ ട്രെൻഡ് എന്നൊക്കെ പറയുന്നത് ലിഫ്റ്റ് ചെയ്ത് കാണിക്കുന്നത് കുറച്ച് ട്രെൻഡാണ്. ലൈക്ക് ഒബ്വിയസ്ലി അവരുടെ സ്ട്രോങ് പവർ തിങ്സ്, അവരുടെ സ്ട്രോങ് വുമൻ ആണെന്ന് കാണിക്കുന്ന സാധനം. ഇപ്പോഴത്തെ വിമനെ സംബന്ധിച്ചോളം ഇപ്പൊ കേരളത്തിലൊക്കെ ഭയങ്കര ട്രെൻഡ് ആവുകയാണ് ലിഫ്റ്റിംഗ് വെയിറ്റ്സ് മറ്റൊന്ന് മറിച്ചതൊക്കെ. ബട്ട് എന്തോ ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ഇൻ എ വെരി ബാഡ് വേ വേർ. ഇപ്പം ഞാനൊക്കെ കോമ്പറ്റീഷൻസ് ചെയ്യുന്നത് തുടങ്ങിയ സമയത്ത് ഐ യൂസ് ടു, നമുക്ക് ഇതിനെ കുറിച്ച് ആരൊക്കെ ഒന്നും അറിയാത്ത പ്രായങ്ങളിൽ വി യൂസ് ടു ടേക്ക് സ്റ്റിറോയിഡ്സ് ആദ്യമൊക്കെ. അപ്പം അതിന്റെ സൈഡ് എഫക്ട് വിച്ച് ഐ കെയിം ടു നോ ലൈക്ക് എനിക്ക് തന്നെ ബോഡിയിൽ ചേഞ്ചസ് മനസ്സിലാക്കി. ഞാനൊരു 3 മാസത്തിലായി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്. എനിക്ക് എത്ര വന്നാലും ഇനി കോമ്പറ്റീഷന്റെ അഡിക്ഷൻ വന്ന് എത്ര വന്നാലും വേണ്ട. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഓൺ സ്റ്റേജിൽ നിൽക്കുന്ന കുറെ വിമനെ കാണുന്നുണ്ട്. ഹൗ ബാഡ് സ്റ്റിറോയിഡ്സ് വർക്ക് ഓൺ വിമൻ. വെരി ബാഡ്. കാര്യം ഞാൻ തന്നെ അതിൻ്റെ ഒരു വലിയ വിക്ടിമാണ്. ഐ ഹാവ് എ ഗുഡ് റൗണ്ട്സ് സംടൈം. ഒരു രാവിലെ 9 തൊട്ട് ഒരു 7 മണി റൗണ്ട്സ് ഉണ്ടെങ്കിൽ ഇൻ എ ഹെവി ഡേ വാട്ട് ഐ ക്യാൻ ഡു. ഞാൻ ഒരു 30 പേരെ നോക്കാനുണ്ടെങ്കിൽ അവരെ നോക്കണ്ടെന്ന് വിചാരിക്കുന്നത് എനിക്ക് ഇപ്പോൾ ആസ് എ മെഡിക്കൽ പേഴ്സൺ നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഓക്കെ കുഴപ്പമില്ല, ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിച്ചിട്ട് റൗണ്ട്സിന് പോകാം. ഈ ഒരു പീരീഡ് ടൈമിൽ റെസ്റ്റ് എടുക്കാത്ത ഏതൊക്കെ ടൈം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ആഫ്റ്റർ ദിസ് പീരീഡ്സ് 4 day 5 day എൻ്റെ കാലും ദേഹം എല്ലാം ഇൻഫ്ലമേഷൻ. ഈ പെയിൻ കില്ലേഴ്സ് എടുക്കുന്ന കാര്യം, ദാറ്റ്സ് വാട്ട് ഐ എം ടെല്ലിങ്. അപ്പം ഇതും ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് സ്റ്റിറോയിഡ്സ് ആണ് ആക്ച്വലി പെയിൻ കില്ലേഴ്സ്. പക്ഷേ അത് ആ ഒരു ഷോർട്ട് ടേമിന് വേണ്ടി ഞാൻ ചെയ്തതാ. ചില ടൈമിൽ എനിക്ക് ആ ഇൻഫ്ലമേഷൻ ഇപ്പോഴും ഒരുമാതിരി ലോങ് ആയിട്ട് ചെയ്യുമ്പോൾ വരാറുണ്ട്.
ഒരു ദിവസം 3 പെയിൻ കില്ലർ എടുക്കേണ്ട അവസ്ഥ ഉണ്ട്. കാര്യം പേഷ്യന്റ് നിൽക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് വി ക്യാൻ ഡു? നമുക്ക് റൗണ്ട്സ് എടുത്ത് പോവാ. ഇറ്റ്സ് അവർ ജോബ് അല്ലേ, വർക്കിന്റെ ഭാഗമായിട്ട് അങ്ങനെ അത് ചെയ്ത് പോകേണ്ടി വരും. കാര്യം വെച്ചാൽ ഐ തിങ്ക് എവ്രി വൺ ഹൂ ഇസ് എ വർക്കഹോളിക് വുമൺ, ചിലർ പീരിയഡ് പെയിൻ രണ്ടും കൂടി ഒരു വലിയ ക്ലാഷാ. ഒന്നെങ്കിൽ നമുക്ക് പീരിയഡ് പെയിൻ കാണരുത്, ഒക്കെ സുഖമായിട്ട് ജോലി. എങ്ങനെ ഫിക്സ് ചെയ്യാം? ഫിക്സിങ് ഇസ് ലൈക്ക് ഞാൻ ഫിക്സ് ചെയ്തത് ഒബ്വിയസ്ലി ഡയറ്റ് എന്ന് വെച്ചാൽ എനിക്ക് HB ഇഷ്യൂസ് ഉണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ അത് കണക്ക് തന്നെ ചില സ്ട്രെച്ചസ് ഞാൻ പ്രിപ്പയർ ചെയ്യും പീരീഡ്സിന് നന്നായിട്ട്. പ്രിപ്പറേഷൻ ഉണ്ട്. യെസ്, ബിഫോർ ദാറ്റ് ഐ പ്രിപ്പയർ വെരി വെൽ. പ്രിപ്പറേഷൻ ദാറ്റ് മീൻസ് ഞാൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും, എന്റെ ഡയറ്റിലൊന്ന് ശ്രദ്ധിക്കും, HB കുറച്ചും കൂടി ഒന്ന്, കാര്യം എന്തായാലും ദർ ഇസ് എ ലോസ്, സോ ഐ ആം ഫോക്കസിങ് ഓൺ അയൺ റിച്ച് ഫുഡ് ബിഫോർ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് എനിക്ക് മാറ്റം വന്നത്. ഐ ഹാഡ് എ വെരി വേഴ്സ് സ്റ്റോറി. വേറെ കുഞ്ഞു ടൈമിലൊക്കെ ഞാൻ പീരീഡ് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴും, കാര്യം HB ലോ ആയിട്ട്. ഞാൻ ഡിസെക്ഷൻ ചെയ്യുന്നത്, നമുക്ക് ഡെഡ് ബോഡി ഡിസെക്ഷൻ ഉണ്ട് ഫസ്റ്റ് ഇയറിൽ. അതൊക്കെ ഡിസെക്ട് ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ നമ്മൾ പേടിച്ച് വീഴും ഡെഡ് ബോഡി കണ്ടിട്ട്. പക്ഷെ ഞാൻ അതൊക്കെ ഡിസെക്ട് ചെയ്തിട്ട് അതൊക്കെ കഴിഞ്ഞ് പോയി ബോധം കിട്ടി വീഴും. കാര്യം അത് കണ്ട് പേടിച്ചിട്ടില്ല, HB കുറഞ്ഞിട്ട് ഞാൻ വീണിട്ടുണ്ട്. അപ്പം ദർ ഇസ് ലോട്ട് ഓഫ് സ്റ്റോറി. ഒരുപാട് പേർക്ക്, ചിലർക്ക് വോമിറ്റിംഗ് ആയിരിക്കും പീരീഡ്സിൽ, ചിലവർക്ക് ഇങ്ങനത്തെ പല തലവേദന, പല വേദന. എനിക്കൊരു കാല് മാത്രം വേദന. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, അവർക്ക് ഇങ്ങനെ വോമിറ്റിംഗ് ആണ്, ഫുൾ വോമിറ്റ് നടക്കും, അതിനൂടെ ബ്ലീഡിങ്. സോ ഡിഫറെന്റ് സ്റ്റോറീസ്. അപ്പൊ നിങ്ങൾ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളെ പറ്റി അവയർനെസ് എടുക്കണം. യു ഗോ ആൻഡ് സീ ഗൈനക്ക്, യു ഗോ ആൻഡ് സീ സ്പെഷ്യലിസ്റ്റ്, ഗോ ആൻഡ് സീ ട്രെയിനർ. എല്ലാവരുടെയും കൂടി ഒരു ഔട്ട്കം ആണ് നമ്മള്. അല്ലാതെ നമ്മൾ തന്നെ എല്ലാവരെയും പോലെ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പം ഒരേപോലത്തെ നമ്മുടെ അഞ്ച് ഫിംഗേഴ്സ് ഡിഫറെന്റ് ആയ പോലെ 5 പേർക്കും 5 ബോഡിയാണ്. സോ അപ്പൊ നമുക്ക് ബേസിക്കലി ഈ സാധനം ഇതിലേക്ക് വർക്ക് ചെയ്ത പോലെ ശ്രീക്ക് വർക്ക് ചെയ്യത്തില്ല, നിങ്ങൾക്ക് വർക്ക് ചെയ്യത്തില്ല. സോ നോ യുവർ ബോഡി, ഗോ വിത്ത് ദ ഫ്ലോ. Yeah.